Hi everyone. In this video, we will deal with area of half period zones. Okay. So in the previous video, we have already discussed about radius of half period zones, isn't it? നമ്മൾ ഓരോ ഹാഫ് പീരീഡ് സോൺസിൻ്റെയും റേഡിയസ് കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഫസ്റ്റ് ഹാഫ് പീരീഡ് സോണിൻ്റെ റേഡിയസ് OM1 ഈക്വൽ ടു റൂട്ട് ബി ലാംഡ എന്ന് നമുക്ക് കിട്ടി. അതുപോലെ സെക്കൻഡ് ഹാഫ് പീരീഡ് സോണിൻ്റെ റേഡിയസ് √2 ബി ലാംഡ. nth ഹാഫ് പീരീഡ് സോണിൻ്റെ റേഡിയസ് √n ബി ലാംഡ ആയിരിക്കും, റൈറ്റ്? ആൻഡ് സിമിലർലി n-1th ഹാഫ് പീരീഡ് സോണിൻ്റെ റേഡിയസ് √n-1 ഇൻറ്റു ബി ലാംഡ, ഇസ്ൻ്റ് ഇറ്റ്? സോ ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് വി ഹാവ് റീച്ച്ഡ് എ കൺക്ലൂഷൻ ദാറ്റ് the radius of any half period zone will be directly proportional to the square root of the order of the zone, isn't it? നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏരിയ ഓഫ് ഹാഫ് പീരീഡ് സോൺസ് ആണ്. ഓക്കെ, സോ ഫസ്റ്റ് ഹാഫ് പീരീഡ് സോൺ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കാണുന്ന ഫസ്റ്റ് സർക്കിൾ അല്ലേ? പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ അതിൻ്റെ ഫിഗറൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ ഫിഗറിൽ ഫസ്റ്റ് ഹാഫ് പീരീഡ് സോൺ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആദ്യത്തെ കംപ്ലീറ്റ് സർക്കിളാണ് അല്ലേ? ആ സർക്കിളിൻ്റെ ഏരിയ റൂട്ട് ബി ലാംഡയാണ്. സോ ആ സർക്കിളിൻ്റെ റേഡിയസ് റൂട്ട് ബി ലാംഡയാണ്. സോ ഫസ്റ്റ് ഹാഫ് പീരീഡ് സോണിൻ്റെ ഏരിയ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാം? യെസ്, പൈ ആർ സ്ക്വയർ ചെയ്താൽ മതി. ദാറ്റ് ഇസ് പൈ OM1 സ്ക്വയർ. ഓക്കെ, ആൻഡ് വിൽ ഗെറ്റ് പൈ ഇൻറ്റു റൂട്ട് ബി ലാംഡ ഹോൾ സ്ക്വയർ. അപ്പോൾ പൈ ബി ലാംഡ എന്ന് കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ കാണുന്നത് രണ്ട് സർക്കിൾസിൻ്റെ, ഓക്കെ, അതായത് ഫസ്റ്റ് രണ്ട് സർക്കിൾസിൻ്റെ ടോട്ടൽ ഏരിയ. അതായത് സെക്കൻഡ് സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് OM2 ആണ്. അപ്പോൾ ആ സെക്കൻഡ് സർക്കിൾ എൻക്ലോസ് ചെയ്യുന്ന കംപ്ലീറ്റ് ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൈ ഇൻറ്റു OM2 സ്ക്വയർ ആയിരിക്കും. സോ വി വിൽ ഗെറ്റ് ഇറ്റ് ആസ് 2 പൈ ലാംഡ ബി. ഓക്കെ, ഇത് സെക്കൻഡ് സർക്കിൾ എൻക്ലോസ് ചെയ്യുന്ന കംപ്ലീറ്റ് ഏരിയയാണ്. ഓക്കെ, പക്ഷേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെക്കൻഡ് ഹാഫ് പീരീഡ് സോൺ എന്ന് പറയുന്നത് ഫസ്റ്റ് സർക്കിളിൻ്റെയും സെക്കൻഡ് സർക്കിളിൻ്റെയും ഇടയ്ക്കുള്ള ആ റീജിയൻ അല്ലേ? ഫസ്റ്റ്, അതായത് ആനുലാർ റിംഗ് ബിറ്റ്വീൻ ദ ഫസ്റ്റ് സർക്കിൾ ആൻഡ് സെക്കൻഡ് സർക്കിൾ, അതിനെയാണ് നമ്മൾ സെക്കൻഡ് ഹാഫ് പീരീഡ് സോൺ എന്ന് പറയുന്നത്. സോ അതിൻ്റെ ഏരിയ നമുക്ക് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാം? സെക്കൻഡ് സർക്കിളിൻ്റെ ടോട്ടൽ ഏരിയ മൈനസ് ഫസ്റ്റ് സർക്കിളിൻ്റെ ടോട്ടൽ ഏരിയ ചെയ്ത് കഴിഞ്ഞാൽ ആ രണ്ട് സർക്കിളിൻ്റെയും ഇടയ്ക്ക് വരുന്ന ആ ഒരു റീജിയൻ്റെ ഏരിയ നമുക്ക് കിട്ടും അല്ലേ? അതിനെയാണ്, ആ ആനുലാർ റിങ്ങിനെയാണ് നമ്മൾ സെക്കൻഡ് ഹാഫ് പീരീഡ് സോൺ എന്ന് പറഞ്ഞത്. സോ ഏരിയ ഓഫ് സെക്കൻഡ് ഹാഫ് പീരീഡ് സോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൈ OM2 സ്ക്വയർ മൈനസ് പൈ OM1 സ്ക്വയർ. ഞാൻ അവിടെ എഴുതിയതിൽ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ഞാൻ OM2 സ്ക്വയർ മൈനസ് OM1 സ്ക്വയർ എന്നാണ് എഴുതിയിട്ടുള്ളത്. യു ഹാവ് ടു റൈറ്റ് ഇറ്റ് ആസ് പൈ OM2 സ്ക്വയർ മൈനസ് പൈ OM1 സ്ക്വയർ. ഓക്കെ, ആ മിസ്റ്റേക്ക് ജസ്റ്റ് തിരുത്തണം. സോ നമുക്ക് ഓൾറെഡി പൈ OM2 സ്ക്വയർ കിട്ടിയിട്ടുണ്ടായിരുന്നു, 2 പൈ ബി ലാംഡ മൈനസ് പൈ ബി ലാംഡ, ആൻഡ് വിൽ ഗെറ്റ് ദി ആൻസർ ആസ് പൈ ബി ലാംഡ. ഓക്കെ, ഇനി ഇതുപോലെ നമ്മൾ nth ഹാഫ് പീരീഡ് സോണിൻ്റെ ഏരിയ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? യെസ്, മൊത്തം n സോൺസ്, അതായത് nth സർക്കിൾ എൻക്ലോസ് ചെയ്യുന്ന ടോട്ടൽ ഏരിയ, അതെന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ഫസ്റ്റ് n സോൺസ് ആയിരിക്കും. മൈനസ് എന്താണ്? n-1th സർക്കിൾ എൻക്ലോസ് ചെയ്യുന്ന ടോട്ടൽ ഏരിയ. സോ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആ nth സർക്കിളും n-1th സർക്കിളും തമ്മിൽ ഉള്ള അതിൻ്റെ ഇടയിലുള്ള ആ ഏരിയ കിട്ടും. അതിനെയാണ് nth ഹാഫ് പീരീഡ് സോൺ എന്ന് പറയുന്നത്. സോ വി വിൽ ഗെറ്റ് ഇറ്റ് ആസ് പൈ OM(n) സ്ക്വയർ മൈനസ് പൈ OM(n-1) സ്ക്വയർ, and you will get the answer as pi b lambda again. Okay, when you do the calculation as shown in the slide, you will be getting the answer as pi b lambda. So നമുക്ക് പറയാം, നമ്മൾ ഏത് ഹാഫ് പീരീഡ് സോണിൻ്റെ ഏരിയ എടുത്താലും we will get it as equal and it is independent of the order of the zone. അത് order of the zone ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. So that is the conclusion that we are getting from here. Only radius of the zones are depending upon the order, and we know that radius of the zones are directly proportional to square root of the order of the zone, right? And area of the zones are independent of the order of the zone എന്ന് പറയും. Okay, so that is all about area of zones. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ആംപ്ലിറ്റ്യൂഡ് അറ്റ് P ഡ്യൂ ടു ഇൻഡിവിജ്വൽ ഹാഫ് പീരീഡ് സോൺസ് ആണ്.
This is again explained on the basis of the figure which is given in the previous video. നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ 2 ഫിഗേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതെല്ലാവരും അത് റെഫർ ചെയ്തിട്ട് ഈ ഒരു തിയററ്റിക്കൽ ഡിസ്കഷൻ നോക്കുക. ഓക്കെ, ആൻഡ് ഐ വിൽ ഷെയർ ദാറ്റ് ഫിഗേഴ്സ് ഇൻ ദ group along with this video. Okay, so that you can just see the figure and try to understand the concept. So നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഓരോ ഹാഫ് പീരീഡ് സോൺസും പി എന്ന് പറയുന്ന പോയിന്റിൽ ഓരോ ഹാഫ് പീരീഡ് സോൺസും കാരണം ഉണ്ടാവുന്ന ഒരു റിസൾട്ടൻ്റ് ആണ് നമുക്ക് സ്ക്രീനിൽ കിട്ടുന്നത് അല്ലേ. സോ നമ്മൾ കാണാൻ പോകുന്നത് സ്ക്രീനിൽ പി എന്ന് പറയുന്ന ഒരു പോയിന്റിൽ ഇൻഡിവിജ്വൽ ഹാഫ് പീരീഡ് സോൺസ് കാരണം ഉണ്ടാവുന്ന ആംപ്ലിറ്റ്യൂഡാണ്. ഓക്കെ, so this amplitude due to a zone reaching the point P depends on 3 factors mainly. First, it is directly proportional to the area of the zone. അപ്പോൾ ഏത് ഹാഫ് പീരീഡ് സോൺ ആണോ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത് ആ ഹാഫ് പീരീഡ് സോണിൻ്റെ ഏരിയനെ അത് ഡിപ്പെൻഡ് ചെയ്യും. Then it is inversely proportional to the mean distance of the zone from the point P. Point P ന്ന് ഉള്ള മീൻ ഡിസ്റ്റൻസിനോട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ, സോണും പോയിന്റ് പിയും തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഇൻക്ലിനേഷൻ ഫാക്ടർ, അതായത് 1 + cos തീറ്റ. നമ്മൾ പറഞ്ഞു തീറ്റ എന്ന് പറഞ്ഞാൽ ആംഗിൾ ബിറ്റ്വീൻ ദ നോർമൽ ടു ദ സോൺ ആൻഡ് ലൈൻ ജോയിനിങ് ദ സോൺ ടു പി, അതായത് പിയും ഈ ഹാഫ് പീരീഡ് സോണും തമ്മിൽ ഉണ്ടാക്കുന്ന ആ ആംഗിൾ. ഓക്കെ, അതിനെയാണ് നമ്മൾ തീറ്റ എന്ന് പറയുന്നത്. സോ ആ 1 + cos തീറ്റ എന്ന് പറയുന്ന ഇൻക്ലിനേഷൻ ഫാക്ടറിനോടും അത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അതായത് ഓരോ സോണും എത്ര ആംഗിളിലാണ് പീനെ കറസ്പോണ്ട് ചെയ്ത് നിൽക്കുന്നത് എന്നുള്ളത്. ഓക്കെ, സോ വി ക്യാൻ സേ ദാറ്റ് ആംപ്ലിറ്റ്യൂഡ് ഡ്യൂ ടു ദ nth സോൺ, ലെറ്റ് us represent it by Rn. It is directly proportional to area of nth zone into 1 + cos theta n, അത് inclination factor ആണ്, divided by mean distance of the nth zone. Okay, so first we are taking area of the nth zone അല്ലേ. area of the nth zone എന്താണ് നമ്മൾ പറഞ്ഞു, pi o mn square minus pi o m n minus 1 square ആണ്. inclination factor 1 + cos theta n divided by mean distance of the nth zone. nth സോണിൻ്റെ മീൻ ഡിസ്റ്റൻസ് പി എന്ന് പറയുന്ന പോയിന്റ് നിന്ന്. സോ അത് നമുക്ക് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാം? nth സോണിൻ്റെ നമ്മൾ ഓരോ കോൺസെൻട്രിക് സർക്കിൾസ് വരയ്ക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. റേഡിയസ് b + λ/2, b + 2 λ/2, b + 3 λ/2, അങ്ങനെ ഓരോ ഡിസ്റ്റൻസ് എടുത്തിട്ടാണ് നമ്മൾ വരച്ചിട്ടുള്ളത്. സോ ഇവിടെ നമ്മുടെ മീൻ ഡിസ്റ്റൻസ് ഓഫ് nth സോൺ എന്ന് പറഞ്ഞാൽ b + n λ/2, അതായത് nth സോണിൻ്റെ ആ പി എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, പ്ലസ് n-1th ഹാഫ് പീരീഡ് സോണിൻ്റെ പിയിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? b + n-1 λ/2. സോ അതിൻ്റെ മീൻ ആയിരിക്കും മീൻ ഡിസ്റ്റൻസ് ഓഫ് nth സോൺ എന്ന് പറയുന്നത്. ഓക്കെ, അതെന്തുകൊണ്ടാണ്? nth സോൺ എന്ന് പറഞ്ഞാൽ എന്താ? nth സർക്കിളും n-1th സർക്കിളും ഉള്ളതിൻ്റെ ഇടയ്ക്കുള്ള ഏരിയയാണ് അല്ലേ. ആ ഏരിയനെയാണ് നമ്മൾ nth ഹാഫ് പീരീഡ് സോൺ എന്ന് പറയുന്നത്. സോ അതിൻ്റെ മീൻ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്തെടുക്കണം? nth സർക്കിളിൻ്റെയും n-1th സർക്കിളിൻ്റെയും പി എന്നുള്ള ഡിസ്റ്റൻസ് എടുക്കുക, അതിൻ്റെ മീൻ. ഓക്കെ, അതാണ് നമ്മുടെ ഡിനോമിനേറ്ററിൽ വരുന്ന ടേം. ഇവിടെ നമ്മൾ ആ ഒരു ടേമിനെ എക്സ്പാൻഡ് ചെയ്യാണ്. നമ്മൾ ഫസ്റ്റ് ഏരിയ ഓഫ് nth സോൺ ഓൾറെഡി നമ്മൾ ഏരിയ pi o mn square minus pi o mn minus 1 square ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ ആ ഏരിയ നേരത്തെ കണ്ടല്ലോ, ഏരിയ ഓഫ് nth സോൺ. സോ അതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആൻഡ് അഗൈൻ അത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈനലി ഓക്കെ നമ്മൾ a + b ഹോൾ സ്ക്വയർ വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യാണ് രണ്ട് ടേമിലും. സോ കുറേ ടേംസ് അവിടെ ക്യാൻസലായി പോകുന്നുണ്ട്. ആൻഡ് ഫൈനലി നമുക്ക് കിട്ടുന്നത് pi o mn square minus pi o n-1 square എന്ന് പറഞ്ഞാൽ pi lambda into b plus 2n-1 λ/4 എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് നമുക്ക് ഏരിയ ഓഫ് ദി nth സോൺ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, ദെൻ നമ്മൾ ആ ഏരിയയുടെ ഇക്വേഷൻ നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഇക്വേഷനിൽ, ഓക്കെ, ഫസ്റ്റ് ഇക്വേഷൻ ഏതാ? ആംപ്ലിറ്റ്യൂഡ് അറ്റ് പി അല്ലേ, ആർ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഇക്വേഷൻ എഴുതിയിട്ടുണ്ടായിരുന്നു. സോ ആർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഇക്വേഷനിൽ നമ്മളിപ്പോൾ
കിട്ടിയ ഈ പൈ ഒ എം എൻ സ്ക്വയർ മൈനസ് പൈ ഒ എം എൻ മൈനസ് 1 സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പോലെ ഉള്ള ഇക്വേഷൻ കിട്ടും. ഓക്കെ, സോ അവിടെ ഡിനോമിനേറ്ററും ന്യൂമറേറ്ററിലും ഒരു ടേം വന്നിട്ടുണ്ട്. സോ അത് നമുക്ക് ക്യാൻസൽ ചെയ്യാം. ആൻഡ് ഫൈനലി നമുക്ക് കിട്ടും ആംപ്ലിറ്റ്യൂഡ് ആർ എൻ എന്ന് പറയുന്നത് is directly proportional to pi lambda into 1 plus cos theta എന്ന് കിട്ടും. ഓക്കെ, സോ ഈ ഇക്വേഷനിൽ നിങ്ങൾക്ക് കാണാം ഇവിടെ n ഇൻക്രീസ് ചെയ്യുമ്പോൾ, ഓക്കെ, അതായത് ഓർഡർ ഓഫ് ദ സോൺ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമുക്കറിയാം തീറ്റ n എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും അല്ലെ. ഇൻക്ലിനേഷൻ ആ തീറ്റ ഓരോ ഓർഡറും, അതായത് ഏത് ഹാഫ് പീരീഡ് സോൺ ആണോ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ആ ഹാഫ് പീരീഡ് സോണ് ഓർഡർ ഇൻക്രീസ് ചെയ്യും തോറും ആ ഹാഫ് പീരീഡ് സോൺ പി പറഞ്ഞിട്ടുള്ള പോയിന്റിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ഓക്കെ, തീറ്റ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ കോസ് തീറ്റ ഡിക്രീസ് ചെയ്യാണ് ചെയ്യാന്ന് നമുക്കറിയാം. സോ നമുക്ക് പറയാം ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ വേവ് അറ്റ് പി ഡ്യൂ ടു എ സോൺ ഡിക്രീസസ് ആസ് ദ ഓർഡർ ഓഫ് ദ സോൺ ഇൻക്രീസസ്. സോണിൻ്റെ ഓർഡർ ഇൻക്രീസ് ചെയ്യും തോറും ആ സോണ് പി എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടാക്കുന്ന ആംപ്ലിറ്റ്യൂഡിൻ്റെ ആ ഒരു ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് കുറയാണ് ചെയ്യുക. അതായത് അപ്പോൾ ഫസ്റ്റ് ഹാഫ് പീരീഡ് സോൺ ഉണ്ടാക്കുന്ന ആംപ്ലിറ്റ്യൂഡ് ഗ്രേറ്റർ ആയിരിക്കും കമ്പയർ ടു സെക്കൻഡ് ഹാഫ് പീരീഡ് സോൺ, ആൻഡ് ദാറ്റ് വിൽ ബി ഗ്രേറ്റർ വെൻ കമ്പയർ ടു തേർഡ് ഹാഫ് പീരീഡ് സോൺ. അങ്ങനെ ഓക്കെ, സോ ഓർഡർ ഇൻക്രീസ് ചെയ്യും തോറും അത് കാരണം പിയിലുണ്ടാവുന്ന ആംപ്ലിറ്റ്യൂഡ് എന്തുണ്ടാവും, ഡിക്രീസ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, so that is what is the conclusion that we are getting. Amplitude of the wave at P due to a zone decreases as the order of the zone increases. Okay. Next we are going to discuss the resultant amplitude and intensity at P due to the whole wavefront. അതായത് നമ്മളിപ്പോൾ പറഞ്ഞത് ഓരോ ഹാഫ് പീരീഡ് സോൺസും കാരണം പിയിൽ ഉണ്ടാവുന്ന ആംപ്ലിറ്റ്യൂഡാണ്. ഓക്കെ, ഇനി നമുക്ക് ആ പി എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടാവുന്ന റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡ്, കംപ്ലീറ്റ് വേവ് ഫ്രണ്ട് കാരണം അവിടെ ഉണ്ടാവുന്ന റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് പറയാം ഇപ്പോൾ പി എന്ന് പറയുന്ന പോയിന്റിൽ ഫസ്റ്റ് ഹാഫ് പീരീഡ് സോൺ ഉണ്ടാക്കുന്ന ആംപ്ലിറ്റ്യൂഡിനെ R1 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. സെക്കൻഡ് ഹാഫ് പീരീഡ് സോൺ കാരണം ഉണ്ടാകുന്ന ആംപ്ലിറ്റ്യൂഡിനെ R2, അങ്ങനെ nth സോൺ ഉണ്ടാക്കുന്ന ആംപ്ലിറ്റ്യൂഡിനെ Rn, അങ്ങനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, ആൻഡ് നമ്മൾ പറഞ്ഞു ഈ ആംപ്ലിറ്റ്യൂഡ്സ് ഒക്കെ എന്ത് ചെയ്യും, ഇൻക്ലിനേഷൻ കൂടുന്നതിനനുസരിച്ച് അത് ഡിക്രീസിങ് ഓർഡറിലാവും അല്ലേ, അത് ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കും ആംപ്ലിറ്റ്യൂഡ്. അതായത് ഫസ്റ്റ് ഹാഫ് പീരീഡ് സോണിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കും ആ കോൺട്രിബ്യൂഷൻ ആവും ഗ്രേറ്റർ കമ്പയർ ടു ദ nth ഹാഫ് പീരീഡ് സോൺ. ഓക്കെ, ആൻഡ് നമ്മൾ ഇപ്പോൾ O എന്ന് പറഞ്ഞൊരു പോയിന്റ് നമ്മൾ പറഞ്ഞു അല്ലേ, ആ സെൻറ്റർ ഓഫ് ദ സർക്കിൾസിനെയാണ് നമ്മൾ O എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ മോളിക്ക് M1 M2 M3 എന്ന് എടുത്തിട്ടുണ്ട്. നിങ്ങളിത് നോക്കുമ്പോൾ ആ ഫിഗറും കൂടി ഒപ്പം നോക്കണം. ഓക്കെ, ആൻഡ് താഴത്തേക്കും M1 M2 M3 നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. സോ O കാരണം, ഓക്കെ, ഓന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വേവ്ലെറ്റിൻ്റെ ഫേസ് നമ്മൾ 0 ആയിട്ട് എടുക്കുകയാണ്. ഓക്കെ, അതുപോലെ M1 എന്ന് പറയുന്ന സർക്കിളിൻ്റെ സർക്കംഫറൻസിന് സ്റ്റാർട്ട് ചെയ്യുന്ന വേവിൻ്റെ ഫേസിനെ നമ്മൾ പൈ എന്ന് എടുക്കുന്നു. ഓക്കെ, അപ്പം നമുക്ക് പറയാം ഫസ്റ്റ് ഹാഫ് പീരീഡ് സോണിൻ്റെ അല്ലെങ്കിൽ ഫസ്റ്റ് ഹാഫ് പീരീഡ് സോണിൽ നിന്ന് വരുന്ന വേവിൻ്റെ ഫേസ് എന്ന് പറഞ്ഞാൽ ഈ രണ്ടെണ്ണത്തിൻ്റെ ആവറേജ് ആയിരിക്കും. അതായത് ഓന്ന് വരുന്ന വേവിൻ്റെ ഫേസിൻ്റെയും M1 എന്ന് വരുന്ന വേവിൻ്റെ ഫേസിൻ്റെയും ആവറേജ് ആയിരിക്കും ആ ഫസ്റ്റ് ഹാഫ് പീരീഡ് സോണിൽ നിന്ന് വരുന്ന വേവിൻ്റെ ഫേസ്. ഓക്കെ, അതായത് 0 + π/2 കിട്ടും, ദാറ്റ് ഈസ് ഈക്വൽ ടു π/2. ഇതുപോലെ സെക്കൻഡ് ഹാഫ് പീരീഡ് സോണിൽ നിന്ന് വരുന്ന ആ ഒരു വേവിൻ്റെ ഫേസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, M1 നിന്ന് വരുന്ന വേവിൻ്റെ ഫേസ് അതായത് അത് നമ്മൾ എടുത്തിരിക്കുന്നത് പൈ ആണ്. M2 എന്ന് വരുന്ന വേവിൻ്റെ ഫേസ് 2π എടുത്തു. സോ അതിൻ്റെ രണ്ടിൻ്റെയും ആവറേജ് ആയിരിക്കും സെക്കൻഡ് ഹാഫ് പീരീഡ് സോണിൽ നിന്ന് വരുന്ന വേവിൻ്റെ ഫേസ്. ഓക്കെ, ദാറ്റ് ഈസ് π + 2π/2, ദാറ്റ് വിൽ ഗിവ് യു 3π/2. സോ നമുക്ക് പറയാം ഓരോ വേവ്ലെറ്റ്സിൻ്റെയും ഫേസസ് വിച്ച് ഇസ് കമ്മിങ് ഫ്രം ദ സക്സസീവ് സോൺസ് എന്ന് പറയുന്നത് π/2, 3π/2, 5π/2 എക്സെട്ര ആയിരിക്കും. ഓക്കെ, ആൻഡ് ഓരോ കൺസിക്യൂട്ടീവ് സോൺസിൽ നിന്ന് വരുന്ന വേവിൻ്റെ വേവ്സ് വിൽ ബി ഔട്ട് ഓഫ് ഫേസ്. ഇപ്പോൾ ഫസ്റ്റ് ഹാഫ് പീരീഡ് സോണിൽ നിന്ന് അറൈസ് ചെയ്യുന്ന വേവ്ലെറ്റും സെക്കൻഡ് ഹാഫ് പീരീഡ് സോണിൽ നിന്ന് അറൈസ് ചെയ്യുന്ന വേവ്ലെറ്റും എന്തായിരിക്കും, ഔട്ട് ഓഫ് ഫേസ് ആയിരിക്കും. ഓക്കെ, സോ അത് ഔട്ട് ഓഫ് ഫേസ് ആയത് കാരണം ഈ R1 R2 R3
എക്സിട്ര അപ് ടു Rnനെ നമുക്ക് ഓൾട്ടർനേറ്റീവ്ലി എന്ത് എഴുതാം? പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും എഴുതാം. അതായത് റിസൾട്ടൻറ്റ് ആംപ്ലിറ്റ്യൂഡ് അറ്റ് പി ഡ്യൂ ടു ദ എൻറ്റയർ വേവ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ആർ വിൽ ബി ഈക്വൽ ടു R1 മൈനസ് R2 പ്ലസ് R3 മൈനസ് R4 എക്സിട്ര അപ് ടു പ്ലസ് ഓർ മൈനസ് Rn. അതായത് ഫസ്റ്റ് വേവിൻ്റെ ഫേസിനോട് ഔട്ട് ഓഫ് ഫേസ് ആയിരിക്കും സെക്കൻഡ് വേവിൻ്റെ, സോ അത് നെഗറ്റീവായിട്ട് വരും. ദെൻ തേർഡിൻ്റെ ഔട്ട് ഓഫ് ഫേസ് ആയിരിക്കും ഫോർത്ത്. അതായത് കോൺസിക്യൂട്ടീവ് സോൺസിൽ നിന്ന് വരുന്ന വേവ്ലെറ്റ്സ് ഔട്ട് ഓഫ് ഫേസ് ആയിരിക്കും. സോ അതുകൊണ്ടാണ് നമ്മൾ R1 മൈനസ് R2 പ്ലസ് R3 മൈനസ് R4 അങ്ങനെ എടുത്തത്. ആൻഡ് Rn എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും ഇഫ് n is odd ആൻഡ് Rn വിൽ ബി നെഗറ്റീവ് ഇഫ് n is even. ഓക്കെ, ഇനി നമ്മൾ അവിടെ കുറച്ച് റീഅറേഞ്ച്മെൻറ്റ്സ് ചെയ്യുകയാണ് ഇക്വേഷനിൽ. ഇപ്പോൾ ഫസ്റ്റ് ടേം, ഓക്കെ, ഫസ്റ്റ് ടേം R1 ആണ്. ഈ R1നെ നമുക്ക് എങ്ങനെ എഴുതാം? R1/2 പ്ലസ് R1/2 എന്ന് എഴുതാലോ, അല്ലേ? ദാറ്റ് വിൽ ബി ഈക്വൽ ടു R1, അല്ലേ? R1/2 പ്ലസ് R1/2 എന്ന് പറഞ്ഞാൽ എന്താ? 2R1/2, ദാറ്റ് ഈസ് R1 itself. R2നെ നമ്മൾ അതേപോലെ എഴുതി, ഓക്കെ, മൈനസ് R2. ദെൻ R3നെ നമ്മൾ എന്ത് ചെയ്യുന്നു? R3/2 പ്ലസ് R3/2 എന്ന് എഴുതുന്നു. R4നെ അതേപോലെ എഴുതുന്നു. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഫസ്റ്റ് ടേം R1/2നെ അതുപോലെ എഴുതി, സെക്കൻഡ്, തേർഡ് ആൻഡ് ഫോർത്ത് ടേമിനെ ഗ്രൂപ്പ് ചെയ്തിട്ട് എഴുതി. R1/2 മൈനസ് R2 പ്ലസ് R3/2. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്ന 3 ടേമിനെ ഗ്രൂപ്പ് ചെയ്തിട്ട് എഴുതുന്നു. ദാറ്റ് ഇസ് R3/2 മൈനസ് R4 പ്ലസ് R5/2. ഓക്കെ, ഇനി നമുക്ക് പറയാം R2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂഷ്വലി എന്തായിരിക്കും? ആംപ്ലിറ്റ്യൂഡ് അറ്റ് ബിക്കോസ് ഓഫ് ദി സെക്കൻഡ് ഹാഫ് പീരീഡ് സോൺ, അല്ലേ? അതെന്ന് പറഞ്ഞാൽ ഫസ്റ്റിൻ്റെയും തേർഡിൻ്റെയും ഹാഫ് പീരീഡ് സോൺസിൻ്റെ ആവറേജ് ആയിരിക്കുമല്ലോ. അതായത് വി ക്യാൻ റൈറ്റ് R2 ഇസ് ഈക്വൽ ടു R1 പ്ലസ് R3/2 എന്ന് എഴുതാം. അതുപോലെ R4നെ നമുക്ക് എങ്ങനെ എഴുതാം? R3 പ്ലസ് R5/2 എന്ന് എഴുതാം. ഓക്കെ, സോ ഹിയർ വി വിൽ ഗെറ്റ് R is equal to, when you are substituting that in the previous equation, you will get R is equal to R1/2 plus next R1/2 അതേപോലെ എഴുതി. ഓക്കെ, ദെൻ R2ന് നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു? യെസ്, R1/2 പ്ലസ് R3/2 എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. അത് മൈനസ് R2 ആയത് കാരണം രണ്ടിനും ഒരു നെഗറ്റീവ് സൈൻ വന്നു. സോ വി ഗോട്ട് R1/2 മൈനസ് R1/2 മൈനസ് R3/2 പ്ലസ് R3/2 ആദ്യത്തെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ. ഓക്കെ, അഗൈൻ ഇതേപോലെ R4നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് സെക്കൻഡ് ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ളതും കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം R1/2 എന്ന് പറയുന്നതാണ് ഫസ്റ്റ് ടേം. സെക്കൻഡ് ടേമും തേർഡ് ടേമും ക്യാൻസൽ ആയി പോവും. ഓക്കെ, ദെൻ തേർഡ് ടേമും സെക്കൻഡ് ആൻഡ് തേർഡ് വിൽ ഗെറ്റ് ക്യാൻസൽഡ്, അല്ലേ? ഒന്ന് R1/2, മറ്റത് മൈനസ് R1/2 ആണ്. ദെൻ നെക്സ്റ്റ് 2 ടേംസ് മൈനസ് R3/2ഉം R3/2 എന്തായി? ക്യാൻസലായി. സോ അങ്ങനെ എല്ലാ ടേംസും, അതിൻ്റെ നടുക്ക് വരുന്ന എല്ലാ ടേംസും ക്യാൻസലായി പോവും. ലാസ്റ്റ് നമുക്ക് എന്തുണ്ടാവും? Rn/2 ഉണ്ടായിരിക്കും. ഓക്കെ, സോ നമ്മുടെ റിസൾട്ടൻറ്റ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ R ഈക്വൽ ടു R1/2 പ്ലസ് ഓർ മൈനസ് Rn/2 എന്ന് കിട്ടും. ഓക്കെ, ഇനി വേവ് ഫ്രണ്ട് ലാർജ് ആണെങ്കിൽ നമുക്ക് എന്ത് നെഗ്ലക്റ്റ് ചെയ്യാം? Rn നെഗ്ലക്റ്റ് ചെയ്യാം. നമ്മൾ പറഞ്ഞു ഓർഡർ ഓഫ് ദ സോൺസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഇൻക്ലിനേഷൻ ഫാക്ടർ ഇൻക്രീസ് ചെയ്യും. അപ്പം പി എന്ന് പറയുന്ന പോയിന്റിൽ ആ ഹാഫ് പീരീഡ് സോൺ കാരണം ഉണ്ടാവുന്ന ആംപ്ലിറ്റ്യൂഡ് കുറയും. ഓക്കെ, സോ n നല്ലോണം ലാർജ് ആണെങ്കിൽ, ഇഫ് ഇറ്റ് ഇസ് വെരി ലാർജ്, നമുക്ക് പറയാം Rn എന്ന് പറയുന്ന ആ ആംപ്ലിറ്റ്യൂഡ്, nth ഹാഫ് പീരീഡ് സോണിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് നെഗ്ലിജിബിൾ ആയിരിക്കും. കാരണം അതിൻ്റെ ഇൻക്ലിനേഷൻ വലിയൊരു ആംഗിളിലായിരിക്കും അത് പി എന്ന് പറയുന്ന പോയിന്റുമായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. സോ Rn/2 നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. സോ വി വിൽ ഗെറ്റ് R is equal to R1/2 എന്ന് കിട്ടും. So the resultant amplitude at P is only half of the amplitude of the wavelet coming from first half period zone. നമുക്ക് P എന്ന് പറയുന്ന പോയിന്റിൽ കിട്ടുന്ന റിസൾട്ടൻറ്റ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഹാഫ് പീരീഡ് സോണിൽ നിന്ന് വരുന്ന വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡിൻ്റെ ഹാഫ് ആയിരിക്കും, അല്ലേ? R1/2 ആണ്. സോ അത്രത്തോളം ആംപ്ലിറ്റ്യൂഡ് മാത്രമേ നമുക്ക് P എന്ന് പറയുന്ന പോയിന്റിൽ കിട്ടുള്ളൂ. ആൻഡ് വൺസ് നമുക്ക് ആംപ്ലിറ്റ്യൂഡ് അറിയാമെന്നുണ്ടെങ്കിൽ P എന്ന് പറയുന്ന പോയിന്റിലെ ഇൻറ്റൻസിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഇൻറ്റൻസിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ ആൻഡ് I ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു, ഇവിടെ ആംപ്ലിറ്റ്യൂഡ് R1/2 ആണ്. സോ R1/2 ദ ഹോൾ സ്ക്വയർ, യു വിൽ ഗെറ്റ് I ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു R1/4 എന്ന് കിട്ടും. സോ വി ക്യാൻ സേ ദാറ്റ് the intensity at point P is only 1/4 of that due to the first half period zone എന്ന് പറയാം.
Okay, so that is our resultant amplitude at P and its intensity. Okay, now next topic of discussion is zone plates. Okay, so എന്താണ് സോൺ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ എന്നുള്ളത് നോക്കാം. സോൺ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യലി കൺസ്ട്രക്റ്റഡ് പ്ലേറ്റ് ആണ്. ആ പ്ലേറ്റിൽ ഓൾട്ടർനേറ്റീവ് ആയിട്ട് ട്രാൻസ്പെറൻറ്റ് ആൻഡ് ഒപ്പാക് സോൺസ് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ ഫിഗറിൽ കാണാം. ഫസ്റ്റ് രണ്ട് ഫിഗേഴ്സ് ഉണ്ട്, അതെന്താണെന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. സോ ഇവിടെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഒപ്പാക് റീജിയൻസും ഉണ്ടായിരിക്കും, ട്രാൻസ്പെറൻറ്റ് റീജിയൻസും ഉണ്ടാവും. ട്രാൻസ്പെറൻറ്റ് റീജിയൻസ് ലൈറ്റിനെ അതിലൂടെ പാസ് ചെയ്യാൻ അലൗ ചെയ്യും, ഒപ്പാക് റീജിയൻസ് ലൈറ്റിനെ അതിലൂടെ പാസ് ചെയ്യാൻ അലൗ ചെയ്യില്ല. സോ ഇവിടെ ഒരു സോൺ പ്ലേറ്റ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്ച്വലി നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ കുറേ കോൺസെൻട്രിക് സർക്കിൾസ് വരയ്ക്കും. എങ്ങനെയാണ് വരയ്ക്കുന്നത്? അതിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്വയർ ഇറ്റ് വിൽ ബി പ്രപ്പോർഷണൽ ടു ദ സ്ക്വയർ റൂട്ട് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ലൈക്ക് √1, √2, √3. സോ അതായിരിക്കും അതിൻ്റെ റേഡിയസ്. സോ അങ്ങനെ നമ്മൾ കുറേ കോൺസെൻട്രിക് ആയിട്ടുള്ള സർക്കിൾസ് വരയ്ക്കും വിത്ത് ദ സെയിം സെൻറ്റർ ആസ് യു നോ. സോ അവിടെ ഫസ്റ്റ് സർക്കിൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് സോൺ ആണ്. ഓക്കെ, ആൻഡ് ഫസ്റ്റ് സർക്കിളിൻ്റെയും സെക്കൻഡ് സർക്കിളിൻ്റെയും ഇടയ്ക്കുള്ള റീജിയൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് സെക്കൻഡ് സോൺ ആണ്. ആൻഡ് ഇറ്റ് ഗോസ് ഓൺ. ഓക്കെ, സോ ഇവിടെ രണ്ട് ടൈപ്പ് സോൺ പ്ലേറ്റ്സ് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓർ ദർ ആർ 2 types ഓഫ് സോൺ പ്ലേറ്റ്സ്. ഒന്ന് പോസിറ്റീവ് സോൺ പ്ലേറ്റും സെക്കൻഡ് വൺ ഇസ് നെഗറ്റീവ് സോൺ പ്ലേറ്റ്. ഓക്കെ, so positive zone plate, as you can see, it is a plate in which odd numbered zones are transparent to light and even number zones will cut off the light. അതായത് odd number of zones. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഫിഗറിൽ കാണാം പോസിറ്റീവ് സോൺ പ്ലേറ്റ് കാണാം. സോ ഇവിടെ odd number of zones ഏതാ? 1, 3, 5. അതാണ് odd number of zones. You have to count it from the center. Okay, അതായത് ഫസ്റ്റ് സോൺ ലൈറ്റിനെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് നിൽക്കും, ലൈറ്റിനെ അലൗ ചെയ്യും. സെക്കൻഡ് സോൺ എന്ത് ചെയ്യില്ല, ലൈറ്റിനെ അലൗ ചെയ്യില്ല, അത് ഒപ്പാക്ക് ആയിരിക്കും. സോ ഓഡ് നമ്പർ ഓഫ് സോൺസ് ട്രാൻസ്പെറൻ്റ് ആയിരിക്കും, ഈവൺ നമ്പർ ഓഫ് സോൺസ് എന്തായിരിക്കും, ഒപ്പാക്ക് ആയിരിക്കും. സോ അങ്ങനെയുള്ള സോൺ പ്ലേറ്റ്സിനെയാണ് നമ്മൾ പോസിറ്റീവ് സോൺ പ്ലേറ്റ്സ് എന്ന് പറയുന്നത്. ആ പോസിറ്റീവ് സോൺ പ്ലേറ്റിൻ്റെ റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡ് അറ്റ് പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ R = R1 + R3 + R5 എക്സിട്ര അങ്ങനെയായിരിക്കും. ഓക്കെ, ഇനി നെഗറ്റീവ് സോൺ പ്ലേറ്റ്സ് ആണെങ്കിൽ a plate in which even numbered zones are transparent and odd numbered zones are opaque. അത് നിങ്ങൾക്ക് ആ ഫിഗറിൽ കാണാം. സെക്കൻഡ് ഫിഗർ നെഗറ്റീവ് സോൺ പ്ലേറ്റ് ആണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ ഓഡ് നമ്പർ ഓഫ് സോൺസ്, അതായത് 1, 3, 5 അങ്ങനെ പോകുന്ന സോൺസ് ലൈറ്റിന് ഒപ്പാക്ക് ആയിട്ട് നിൽക്കും. അത് ഇറ്റ് വിൽ നോട്ട് അലൗ ലൈറ്റ് ടു ഗോ ത്രൂ ദാറ്റ്. പക്ഷേ ഈവൺ നമ്പേർഡ് സോൺസ് ആർ transparent to light. Okay, so that is called negative zone plate. So negative zone plate ന്റെ കേസിൽ റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡും പറഞ്ഞിട്ടുണ്ട്. R is equal to minus of R1 minus of R2 plus R4 plus R6 etc. ഓക്കെ, 2, 4, 6 ആണ് അവിടെ ട്രാൻസ്പാരൻ്റ് ആയിട്ട് നിൽക്കുന്നത്. സോ അതാണ് നമ്മൾ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ് എടുത്തിട്ടുള്ളത്. അവിടെ നെഗറ്റീവ് സൈനും കൂടി വരും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫസ്റ്റ് സോണിനും സെക്കൻഡ് സോണിൻ്റെയും വരുന്ന വേവ്സ് എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് ഫേസ് ആയിരിക്കും. സോ അത് കൺസിഡർ ചെയ്തിട്ടാണ് ഇവിടെ നെഗറ്റീവ് സൈൻ ഇട്ടിട്ടുള്ളത്. ഓക്കെ, സോ ഐ തിങ്ക് ദിസ് മച്ച് ഇസ് ക്ലിയർ ടു യു, ദാറ്റ് ഇസ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സോൺ പ്ലേറ്റ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് തിയറി ഓഫ് സോൺ പ്ലേറ്റ് ആണ്. ഓക്കെ, സോ ഇവിടെ തിയറി ഓഫ് സോൺ പ്ലേറ്റിൽ നമ്മളൊരു ഫിഗർ കൺസിഡർ ചെയ്യുന്നുണ്ട്. യു ക്യാൻ സീ ദ ഫിഗർ ഹിയർ. ഇവിടെ എസ് എന്ന് പറയുന്നത് സോഴ്സ് ഓഫ് ലൈറ്റ് ആണ്. വി ആർ കൺസിഡറിങ് എ സോഴ്സ് ഓഫ് മോണോക്രോമാറ്റിക് ലൈറ്റ്. ഓക്കെ, and it will emit spherical wavefronts of wavelength lambda. Okay, and P എന്ന് പറയുന്നത് സ്ക്രീനിൽ ഒരു പോയിന്റ് ആണ്, അവിടെയാണ് നമ്മൾ ഇൻറ്റൻസിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. Okay, and S and P are on the axis of the zone plate at distances A and B respectively. Okay, SO എന്ന് പറയുന്ന ഡിസ്റ്റൻസ് A ആണ്, OP എന്ന് പറയുന്ന ഡിസ്റ്റൻസ് B ആണ്. So you can write SO plus OP എന്തായിരിക്കും, A plus B ആയിരിക്കും. Okay, next is SM1 plus M1P. ഓക്കെ, ഇവിടെ സോഴ്സും ഒബ്സ്റ്റാക്കിളും, ഓക്കെ, അതായത് നമ്മുടെ ഈ ഒബ്സ്റ്റാക്കിൾ ഇവിടെ ഉദ്ദേശിക്കുന്ന സോൺ പ്ലേറ്റ് ആണ്. ഓക്കെ, സോഴ്സും സോൺ പ്ലേറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് A ആണ്. ഓക്കെ, സോ നമ്മൾ SO വിൽ ബി ഈക്വൽ ടു A, അതുപോലെ SM1, SM2, SM3 ഇതൊക്കെ A ആണ്. ഓക്കെ, അതായത് സോഴ്സും
ഒബ്സ്റ്റാക്കിൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണത്. വൺസ് അത് സോൺ പ്ലേറ്റിൽ അല്ലെങ്കിൽ ഒബ്സ്റ്റാക്കിളിൽ ലൈറ്റ് തട്ടുമ്പോഴാണ് ഡിഫ്രാക്ഷൻ സംഭവിക്കുന്നത്. ഓക്കെ, സോ ആ ഡിഫ്രാക്ഷൻ സംഭവിച്ചതിന് ശേഷം നമ്മൾ പറഞ്ഞു, ഇപ്പോൾ ഫസ്റ്റ് ഡിസ്റ്റൻസസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബി പ്ലസ് ലാംഡ ബൈ ടു, ബി പ്ലസ് ടു ലാംഡ ബൈ ടു, അങ്ങനെ അല്ലേ. ഒ പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബി ആയിരിക്കും. ദെൻ M1 പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബി പ്ലസ് ലാംഡ ബൈ ടു ആണ്. M2 പി എന്ന് പറഞ്ഞാൽ ബി പ്ലസ് ടു ലാംഡ ബൈ ടു ആണ്. ഇത് നമ്മൾ ഓൾറെഡി മറ്റേ ഫിഗറിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഹാഫ് പീരീഡ് സോൺസിൻ്റെ എക്സ്പ്ലനേഷൻ്റെ ഫിഗറിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, ഞാൻ ഈ വീഡിയോൻ്റെ കൂടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്ന ഫിഗറിൽ ഓൾറെഡി അതിൻ്റെ ലെങ്ത്തുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ എപ്പോഴും ഓർത്തിരിക്കുക, സോഴ്സും ഒബ്സ്റ്റാക്കിളും തമ്മിലുള്ള ഡിസ്റ്റൻസ് എപ്പോഴും എ തന്നെയാണ്. ഓക്കെ, നമ്മൾ ആ ഒയും പിയും തമ്മിൽ വരുമ്പോഴാണ് ആ ഡിസ്റ്റൻസസ് മാറുന്നത്. സോ ഈ ഫിഗറിലും നമുക്ക് ശരിക്കും സോൺ പ്ലേറ്റും പിയും തമ്മിലുള്ള ഡിസ്റ്റൻസസ് ആണ് ഫിഗറിൽ മാർക്ക് ചെയ്യേണ്ടുള്ളൂ. ഓക്കെ, and this is a figure which is given in your textbook. Okay, so anyway, ഇവിടെ SO is A, അതുപോലെ തന്നെ SM1, SM2, SM3 അതൊക്കെ ഈ സോഴ്സിൽ ഉണ്ടാവുന്ന സ്ഫിറിക്കൽ വേവ് ഫ്രണ്ട്സ് ഒബ്സ്റ്റാക്കിളും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, അത് തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ദാറ്റ് ഇസ് A always. So SM1 plus M1P, that is A plus B plus lambda by 2 ആയിരിക്കും, because waves reaching at P from successive zones differ in path by lambda by 2. ഇത് ഓൾറെഡി നമ്മൾ ആ ഫിഗറിൽ പറഞ്ഞിട്ടുണ്ട്. അഗൈൻ SM2 plus M2P എന്തായിരിക്കും? SM2 എന്ന് പറഞ്ഞാൽ A തന്നെയാണ്, M2P എന്ന് പറഞ്ഞാൽ B plus 2 lambda by 2 ആണ്. സോ അതുപോലെ നമുക്ക് എഴുതാം SMN plus MNP എന്ന് പറഞ്ഞാൽ A plus B plus N lambda by 2 എന്ന് എഴുതാം. ഓക്കെ, ഇനി നിങ്ങൾ നോക്കൂ, SMN എന്ന് പറയുന്നത് ഫിഗറിൽ, ഓക്കെ, SMN എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാം? പൈതഗോറസ് തിയറം വെച്ചിട്ട് ചെയ്താൽ മതി. ദാറ്റ് വിൽ ബി ഈക്വൽ ടു റൂട്ട് ഓഫ് SO സ്ക്വയർ പ്ലസ് OMN സ്ക്വയർ. ഓക്കെ, സോ ദാറ്റ് വിൽ ഗിവ് യു റൂട്ട് ഓഫ് A സ്ക്വയർ പ്ലസ് RN സ്ക്വയർ. ഇവിടെ RN എന്നുള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് റേഡിയസ് ഓഫ് ദി nth സോൺ ആണ്. ഓക്കെ, സോ ആൻഡ് MNP വിൽ ബി, MNP നമുക്ക് അതുപോലെ തന്നെ പൈതഗോറസ് തിയറം വെച്ചിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ദാറ്റ് വിൽ ബി ഈക്വൽ ടു റൂട്ട് ഓഫ് PO സ്ക്വയർ പ്ലസ് OMN സ്ക്വയർ. ഓക്കെ, സോ യു വിൽ ഗെറ്റ് MNP വിൽ ബി ഈക്വൽ ടു റൂട്ട് ഓഫ് B സ്ക്വയർ പ്ലസ് RN സ്ക്വയർ. ഓക്കെ, സോ നമുക്ക് വേണ്ടത് ഇക്വേഷൻ 1ൽ നമുക്ക് വേണ്ടത് SMN പ്ലസ് MNP ആണ്. സോ അത് നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, ഇക്വേഷൻ 1ൽ ഇക്വേഷൻ 2 ആൻഡ് ഇക്വേഷൻ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ കാണുന്നത് പോലെ കിട്ടും. റൂട്ട് ഓഫ് A സ്ക്വയർ പ്ലസ് RN സ്ക്വയർ പ്ലസ് റൂട്ട് ഓഫ് B സ്ക്വയർ പ്ലസ് RN സ്ക്വയർ ഈക്വൽ ടു A പ്ലസ് B പ്ലസ് N ലാംഡ ബൈ 2 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇവിടെ വി ക്യാൻ റൈറ്റ് ദിസ് റൂട്ട് ആസ് ഹോൾ റേസ് ടു 1/2 എന്ന് എഴുതിക്കൂടെ? റൂട്ട് ഓഫ് A സ്ക്വയർ പ്ലസ് RN സ്ക്വയറിനെ A സ്ക്വയർ പ്ലസ് RN സ്ക്വയർ ഹോൾ റേസ് ടു 1/2 എന്ന് എഴുതാം. സിമിലർലി നെക്സ്റ്റ് ടേമും അതുപോലെ എഴുതാം. ഓക്കെ, എന്നിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താ ചെയ്തിരിക്കണമെന്ന് വെച്ചാൽ A സ്ക്വയറിനെ കോമൺ ആയിട്ട് എടുത്തിരിക്കുകയാണ്. സോ നമുക്ക് എന്ത് കിട്ടും? A സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് RN സ്ക്വയർ ബൈ A സ്ക്വയർ ഹോൾ റേസ് ടു 1/2 എന്ന് കിട്ടും. സിമിലർലി ബിൻ്റെ ടേമിനും അതുപോലെ തന്നെ കിട്ടും. ഓക്കെ, B സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് RN സ്ക്വയർ ബൈ B സ്ക്വയർ ഹോൾ റേസ് ടു 1/2. സോ A സ്ക്വയർ ഹോൾ റേസ് ടു ഹാഫ് എന്ന് പറഞ്ഞാൽ A തന്നെയാണ്. ഓക്കെ, ദെൻ വാട്ട് വിൽ യു ഗെറ്റ്? A ഇൻറ്റു 1 പ്ലസ് RN സ്ക്വയർ ബൈ 2A സ്ക്വയർ എന്ന് എഴുതാം. അതെങ്ങനെയാണ് എഴുതുന്നത്? നമുക്കൊരു ബൈനോമിയൽ എക്സ്പാൻഷനിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. 1 പ്ലസ് എക്സ് ഹോൾ ടു ദ പവർ n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ടു 1 പ്ലസ് XN ആണ് ഇഫ് എക്സ് ഇസ് മച്ച് ലെസ് ദാൻ 1. ഓക്കെ, സോ ആ ഒരു റിസൾട്ട് ഞാൻ റൈറ്റ് സൈഡിൽ അവിടെ എഴുതിയിട്ടുണ്ട്. സോ ആ ഒരു റിസൾട്ട് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ 1 പ്ലസ് RN സ്ക്വയർ ബൈ A സ്ക്വയർ ഹോൾ റേസ് ടു ഹാഫിനെ 1 പ്ലസ് RN സ്ക്വയർ ബൈ 2A സ്ക്വയർ എന്ന് എഴുതിയത്. സിമിലർലി നമുക്ക് എഴുതാം B ഇൻറ്റു 1 പ്ലസ് RN സ്ക്വയർ ബൈ 2B സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, സോ അങ്ങനെ എഴുതുമ്പോഴാണ് നമുക്ക് ആ സ്റ്റെപ്പ് കിട്ടുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഈ A എന്ന് പറയുന്ന ടേമിനെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാണ്. സോ യു വിൽ ഗെറ്റ് A പ്ലസ് RN സ്ക്വയർ ബൈ 2A. സിമിലർലി B ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് B പ്ലസ് RN സ്ക്വയർ ബൈ 2B ഈക്വൽ ടു A പ്ലസ് B പ്ലസ് N ലാംഡ ബൈ 2. ഓക്കെ, ദെൻ A ആൻഡ് B
on both sides gets cancelled, and you'll get Rn square by 2a plus Rn square by 2b equal to n lambda by 2, right? And you can take Rn square outside. You'll get Rn square into 1 by a plus 1 by b is equal to n lambda, or you can write 1 by a plus 1 by b equal to n lambda by Rn square. ഇവിടെ നമ്മൾ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യുമ്പോൾ എ നെഗറ്റീവ് ആയിട്ടും വരും, ബി പോസിറ്റീവ് ആയിട്ടും വരും. സോ യു ക്യാൻ റൈറ്റ് 1 by b minus 1 by a is equal to 1 by Rn square by n lambda. ഈ ഫോർത്ത് ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ലെൻസ് ഇക്വേഷനായിട്ട് സിമിലർ ആണ്. ലെൻസ് ഇക്വേഷൻ എന്താ? 1 by v minus 1 by u is equal to 1 by f അല്ലേ? അതിനോട് സിമിലർ ആണ് നമ്മൾ ഈ ഫോർത്ത് ഇക്വേഷൻ എഴുതിയിട്ടുള്ളത്. സോ അത് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എഴുതാം എഫ് ഈക്വൽ ടു ആർ എൻ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ ലാംഡ എന്ന് എഴുതാം. ഓക്കെ, സോ ഇവിടെ നമുക്ക് എന്താ നമ്മൾ കൺക്ലൂഡ് ചെയ്ത് പറയണമെന്ന് വെച്ചാൽ ഈ സോൺ പ്ലേറ്റ് ഒരു കോൺവെക്സ് ലെൻസ് ആയിട്ട് ആക്ട് ചെയ്യും. ഓർ യു ക്യാൻ ടെൽ ദാറ്റ് ദ സോൺ പ്ലേറ്റ് ആക്ട്സ് ആസ് എ കൺവേർജിങ് ലെൻസ് ഹൂസ് ഫോക്കൽ ലെങ്ത് ഇസ് ആർ എൻ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ ലാംഡ. ഓക്കെ, സോൺ പ്ലേറ്റ് ഒരു കൺവേർജിങ് ലെൻസ് ആയിട്ടാണ് ആക്ട് ചെയ്യുക. ആ കൺവേർജിങ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് നമുക്ക് എന്ത് പറയാം? ആർ എൻ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ ലാംഡ. ഓക്കെ, so this is what we have to discuss in zone plates. So in zone plates what we have actually discussed is what is meant by zone plate, okay, and എങ്ങനെയാണ് നമ്മളത് കൺസ്ട്രക്ട് ചെയ്യുന്നത്, and what are the two types of zone plates. One is positive and another one is negative, and then we discussed about the theory of zone plates. Okay, and at last we reached at the conclusion that zone plates are acting as a converging lens whose focal length is f is equal to Rn square divided by n lambda. Okay, so I think these concepts are clear to you. So you can just go through these concepts once again. Thank you.